ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രത്യേകിച്ച് ഒരു അജണ്ടയും വെച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു സദ്ഗുണമാണെന്ന് പറയാം, പക്ഷെ അതൊരു വൈകൃതമാണ്. ഈ വൈകൃതാവസ്ഥ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വഴങ്ങിക്കൊടുക്കുമ്പോൾ ആരെങ്കിലും അതിനെ എതിർത്താൽ അവരാരാവും? അവർ വർഗീയവാദി. എന്തുകൊണ്ടാണ് അമ്പലങ്ങൾക്ക് നേരെ മാത്രം ഒരു പള്ളിക്കെതിരെയും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ല? അല്ലെങ്കിൽ ഒരു പള്ളിയുടെ സ്വത്തും ആരും അളക്കാൻ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവിടേക്ക് വരുന്ന പൈസ എവിടേക്ക് പോകുന്നു എന്ന് ആരും ചിന്തിച്ച് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഹൈന്ദവർക്കെതിരെ മാത്രം സംഭവിക്കുന്നത്? ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളത്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രത്യേകിച്ച് ഒരു അജണ്ടയും വെച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ അജണ്ടയും ലക്ഷ്യവും വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ സംഘടിതരാണ്. അവരുടെ ഏതെങ്കിലും ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഒരു തീരുമാനം എടുത്താൽ അവരുടെ സമൂഹം മുഴുവൻ അവരുടെ പുറകിൽ നിൽക്കുകയാണ്. നേരത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐക്യമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലരുടെയും ചിന്ത എല്ലാവരും ചേർന്നാൽ മാത്രമേ ഈ കാര്യമൊക്കെ നടത്താൻ പറ്റൂ എന്നുള്ളൊരു ചിന്തയാണ്. ഹിന്ദുവിന് ഒറ്റയ്ക്ക് ഇതൊന്നും നടത്താൻ പറ്റില്ല എന്ന ഒരു ദൗർബല്യമാണ്. അതിനെ സദ്ഗുണ വൈകൃതം എന്നാണ് വിളിക്കേണ്ടത്. അതൊരു സദ്ഗുണമാണെന്ന് പറയാം, പക്ഷെ അതൊരു വൈകൃതമാണ്. ഈ വൈകൃതാവസ്ഥ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കപട മതേതരത്വത്തിന്റെ പേരിൽ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനങ്ങ് വഴങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ വഴങ്ങിക്കൊടുക്കുമ്പോൾ ആരെങ്കിലും അതിനെ എതിർത്താൽ അവരാരാവും? അവർ വർഗീയവാദി. അവര് സമാധാനത്തിൽ കഴിയുന്ന സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരാണ്, അവര് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയും. അപ്പൊ സ്വാഭിമാനികളായി, ഹിന്ദുത്വാഭിമാനികളായി ആചാരങ്ങൾ നിലനിൽക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവര് മോശക്കാരും. ഇത്തരം വൈകൃതങ്ങൾ കൊണ്ടുവരുന്ന അതിന് പിന്തുണക്കുന്ന ആളുകൾ മതേതരന്മാരുമാകുന്ന ഒരു വികൃതമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ഇത് വളരാൻ കാരണം.